ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അപ്പോൾ നമ്മൾ പാഠം 8 ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബദൽ. എന്താണ് ബദലെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇസ്മുൽ ഇഷാരയ്ക്ക് ശേഷം വരുന്ന ഇസ്മിന് അലിഫ്ലാം ഉണ്ടെങ്കിൽ അതാണ് ബദൽ. അത് ഖബറാവില്ല. ആ ബദലിന് ശേഷമാണ് ഖബർ വരിക. ഇസ്മുൽ ഇഷാര ഏതാണെന്ന് നമുക്കറിയാം. ഹാദ, ഹാദിഹി, ദാലിക്ക, തിൽക്ക. ഇങ്ങനത്തെ ഇസ്മു ഇഷാരകൾ വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം വരുന്ന ഇസ്മിന് അലിഫ്ലാം ഉണ്ടെങ്കിൽ അതെന്താണ്? ബദലാണ്. അപ്പോൾ ഹാദ കിതാബ് എന്ന് പറഞ്ഞാൽ ഇതൊരു പുസ്തകം. അപ്പോൾ അത് സെൻറ്റൻസ് പൂർണ്ണമാണ്. ഹാദ മുബ്തദഉൻ മർഫൂൻ കിതാബുൻ ഖബറുൻ മർഫൂൻ. പക്ഷേ ഹാദ കിതാബുൻ, ആ കിതാബിന് അലിഫ്ലാം വന്നാൽ പിന്നെ അത് ഖബറല്ല, അത് ബദലാണ്. കാരണം ഇസ്മു ഇഷാര ഹാദയ്ക്ക് ശേഷം അലിഫ്ലാം വന്നു. പിന്നെ അതിൻ്റെ അർത്ഥം ഇതൊരു പുസ്തകമാണ് എന്നല്ല, പിന്നെയോ ഈ പുസ്തകം എന്ന അർത്ഥം വരാം. ഹാദൽ കിതാബു, ഈ പുസ്തകം. പിന്നെ അതിനൊരു ഖബർ വേറെ വേണം. ജദീദുൻ, പുതിയതാണ്. ഹാദൽ കിതാബു ജദീദ് എന്ന് പറഞ്ഞാൽ ഈ പുസ്തകം പുതിയതാണ്. അപ്പോൾ ഹാദ കിതാബ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വരാം? ദിസ് ഈസ് എ ബുക്ക്. സെൻറ്റൻസ് പൂർണ്ണമാണ്, മുബ്തദ ഖബറായി. പക്ഷെ ഹാദൽ കിതാബ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വരാം? ദിസ് ബുക്ക് അൽ ജദീദു ഈസ് ന്യൂ. അപ്പോൾ ഈസ് ന്യൂ ആണ് പിന്നെ ഖബർ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇനി നമുക്ക് ലെസൻ്റെ ബാക്കി ഭാഗങ്ങൾ നോക്കാം. ലിമൻ ഹാസിഹി സയ്യാറത്തു വലിമൻ തിൽക്ക. ലിമൻ എന്ന് പറഞ്ഞാൽ ആരുടേത്. ലി മൻ, ആരുടെ. മൻ നമ്മൾ പഠിച്ചു ആര്. ലി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യുടെ എന്ന അർത്ഥം വരാം, അല്ലേ? നമ്മൾ പഠിച്ചതാണ്. ലി ഹാമിദ് എന്ന് പറഞ്ഞാൽ ഹാമിദിൻ്റെ, അല്ലെങ്കിൽ യുടെ എന്നുള്ള അർത്ഥം വരുന്നതാണ് ലി. ലില്ലാഹി മുൽക്കുസ്സമാവാതി വല്ലർ, അള്ളാഹുവിൻ്റേതാണ് ആകാശങ്ങളും ഭൂമികളിലും എന്ന് പറയുന്ന പോലത്തെ ആയത്തുകളുണ്ടല്ലോ. മുൽക്ക്. അപ്പോൾ യുടെ എന്ന് വരുന്നത്. അപ്പോൾ മൻ എന്ന് പറഞ്ഞാൽ ആര്, ലി എന്ന് പറഞ്ഞാൽ യുടെ അല്ലെങ്കിൽ ഇൻ്റെ. അപ്പോൾ ലിമൻ എന്ന് പറഞ്ഞാൽ ആരുടെ. ആരുടെ. ഹാദിഹി സിയാറത്തി, ഈ കാറ് ആരുടേതാണ്. ഈ കാറ് ആരുടേതാണ്. കണ്ടോ, ഹാദിഹി സയ്യാറത്തി. ഹാദിക്ക് ശേഷം അലിഫ്ലാമ വന്നുള്ള ഇസ്മു വന്നു. സയ്യാറത്തിന് അലിഫ്ലാമ ഉള്ളത്. അപ്പോൾ ഈ കാർ എന്ന അർത്ഥം വരാം. ഇതൊരു കാർ. ഹാദിഹി സയ്യാറത്തു എന്ന് പറഞ്ഞാൽ ഇതൊരു കാറാണെന്ന് അർത്ഥം വരില്ല. പിന്നെയോ ഹാദിഹി സയ്യാറത്തു എന്ന് പറഞ്ഞാൽ ഈ കാർ. ലിമൻ, ആരുടെ. വലിമൻ തിൽക്ക, അത് ആരുടേതുമാണ്. തിൽക്ക എന്ന് പറഞ്ഞാൽ അത്, അല്ലേ? പെണ്ണുങ്ങൾക്കാണ് തിൽക്ക അത് എന്ന് വരാം. ആണുങ്ങൾക്കാണെങ്കിൽ അത് എന്ന് പറയണമെങ്കിൽ ദാലിക്ക. അപ്പോൾ കാറ് അറബി ഭാഷയിൽ സ്ത്രീലിംഗാണ്. അപ്പോൾ തിൽക്ക. അപ്പോൾ ആൻസർ എന്താ? ഹാദിഹി സയ്യാറത്തു ലിത്തൊബീബി വ തിൽക്ക ലിത്താജരി. ഈ വാഹനം ഡോക്ടറുടേതാണ്, ആ വാഹനം കച്ചവടക്കാരൻ്റേതുമാണ്. ഈ വാഹനം ഡോക്ടറുടേതാണ്, ആ വാഹനം കച്ചവടക്കാരൻ്റേതുമാണ്. അപ്പോൾ ഹാദിഹി സയ്യാറത്തി, ഇസ്മു ഇഷാരയ്ക്ക് ശേഷം വന്ന ഇസ്മിന് അലിഫ്ലാമുണ്ട്. അസ് സയ്യാറത്തി, അലിഫ്ലാമുണ്ട്. അപ്പോൾ ഈ കാർ എന്ന അർത്ഥം വരാം. അപ്പോൾ നമുക്കൊരു ഖബർ വേണം. ലിത്തൊബീബി, ഡോക്ടറുടേതാണ്. കണ്ടോ, ലി വന്നാൽ യുടെ എന്നും അർത്ഥം വരും, ഇൻ്റെ എന്നും അർത്ഥം വരും. അപ്പോൾ ലിത്തൊബീബി, ഡോക്ടറുടേതാണ്. അപ്പോൾ ഹാദിഹി മുബ്തദഉൻ മർഫൂൻ, അസ്സയ്യാറത്തു ബദൽ, ലി ഹർഫു ജർ, തൊബീബി ഇസ്മ മജ്റൂർ, ജാറും മജ്റൂർ ശിബു ജുംല ഖബർ. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയല്ലോ. ഹാദിഹിയാണ് തുടങ്ങുന്ന ഇസ്മ, അപ്പോൾ അതാണ് മുബ്തദഉൻ. അസ്സയ്യാറത്തു എന്തായി? ബദലായി, കാരണം അതിന് അലിഫ്ലാമുണ്ട്. അപ്പോൾ ബദൽ. ഇനി ഒരു ഖബർ വേണം. ഖബർ എന്താ? ലി. ലി ഹർഫു ജർ, അത്തൊബീബി ഇസ്മ മജ്റൂർ, അല്ലേ? ഹർഫു ജറിന് ശേഷം എപ്പോഴും എന്തായിരിക്കും? ഇസ്മ മജ്റൂർ. ജാറും മജ്റൂർ ശിബു ജുംല ഖബർ. അപ്പോൾ മുബ്തദയും ഖബറുമായി പിന്നെ ഒരു ബദലും. വാ ഹർഫു അത്തഫ്. തിൽക്ക പിന്നെ എന്താണ്? മുബ്തദഉൻ മർഫൂൻ. കാരണം നമുക്കറിയാം തിൽക്കനെ കൊണ്ടാണ് സെൻറ്റൻസ് ആരംഭിക്കുന്നത്. അപ്പോൾ ആരംഭിക്കുന്ന സെൻറ്റൻസ് ഇസ്മാണ്. അപ്പോൾ ജുംല ഇസ്മിയാണ്. അപ്പോൾ ആരംഭിക്കുന്ന ഇസ്മിനാണ് എന്ത് പറയുക?
മുബത്തദ ഉൻ. അതിൻ്റെ അടയാളം എപ്പോഴും എന്തായിരിക്കും? മർഫൂൻ. ഇനി തിൽക്ക എന്തുകൊണ്ട് മർഫൂ അല്ല? കാരണം തിൽക്ക മബനിയാണ്. എല്ലാ ഇസ്മു ഇഷാരകളും മബനിയാണ്. അപ്പോൾ തിൽക്കൂന്ന് മർഫൂ ഇട്ട് എഴുതൂല. കാരണം എന്താ? മബനിയാണ്. അപ്പോൾ തിൽക്ക മുബത്തദഉൻ മർഫൂൻ. ലി എന്താ? ഹർഫു ജർ. അത്താജിരി എന്താ? ഇസ്മ മജ്റൂർ. അപ്പോൾ ഹർഫു ജർ, ഇസ്മ മജ്റൂർ, ജാറും ബ മജ്റൂർ, ഷിബു ജുംല, ഖബർ. ഇവിടെ ശ്രദ്ധിച്ചോ, ഇവിടെ ബദലില്ല. വേണമെങ്കിൽ ബദൽ വെച്ച് ഇങ്ങനെ പറയാം, വ തിൽക്ക സയ്യാറത്തു ലിത്താജിരി. അപ്പോൾ സയ്യാറത്തു എന്താവും? ബദലാവും. പക്ഷെ നമുക്ക് വീണ്ടും വീണ്ടും സയ്യാറത്തു ആവർത്തിക്കേണ്ട ആവശ്യമില്ല. ആ കാറ് ഡോക്ടറുടേതാണും ഈ കാറ് ഡോക്ടറുടേതാണ്. ഹാസിഹി എന്ന് പറഞ്ഞാൽ ഇത്. ഈ കാറ് ഡോക്ടറുടേതാണ്, അത് കച്ചവടക്കാരൻ്റേതുമാണ്. പിന്നെ അവിടെ കാറ് വീണ്ടും പറയേണ്ട ആവശ്യമില്ല. ഇനി പറഞ്ഞാൽ ആ കാർ എന്താവും? ബദലാകും. അതിന് അലിഫ്ലാം ഇടണം, അലിഫ്ലാം ഇടണം, അല്ലെങ്കിൽ തെറ്റാണ്. വത്തിൽക്ക സയ്യാറത്തു എന്ന് പറഞ്ഞിട്ട് സയ്യാറത്തിന് അലിഫ്ലാം ഇടണം. ലിത്താജിരി കച്ചവടക്കാരൻ്റേതുമാണ്. ഇനി ലാസ്റ്റ് സെൻറ്റൻസ് ഈ പാഠത്തിൽ നോക്കാം. ഹാസിഹി സയ്യാറത്തു മിനൽ യാബാനി വത്തിൽക്ക മിൻ അമേരിക്ക. അപ്പോൾ ഹാസിഹി സയ്യാറത്തു ഇസ്മി ഇഷാരയ്ക്ക് ശേഷം അലിഫ്ലാം വന്നു. അപ്പോൾ എങ്ങനെ വായിക്കുക? ഈ കാറ്. അപ്പോൾ സെൻറ്റൻസ് പൂർത്തിയായില്ല. ഈ കാർ. അപ്പോൾ സയ്യാറത്ത് ബദലാണ്. മിനൽ യാബാനി ജപ്പാനിൽ നിന്നാണ്. വത്തിൽക്ക മിൻ അമേരിക്ക ആ കാറ് പിന്നെ എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്ന് ആണ്. അപ്പോൾ ഹാദിഹി എന്താ? മുബത്തദ. ഇവിടെ തിൽക്ക എന്ന് പറഞ്ഞിട്ട് പിന്നെ സയ്യാറത്ത് പറഞ്ഞിട്ടില്ല, പിന്നെ പറയേണ്ട ആവശ്യമില്ല. അതിന് സയ്യാറത്ത് പറഞ്ഞാലോ അത് അലിഫ്ലാം ഇട്ടിട്ടേ എഴുതാൻ പാടുള്ളൂ. കാരണം അത് ബദലാണ്. ആ കാറ് എന്ന് കിട്ടണം. അപ്പോൾ അത് ബദലാണ്. അപ്പോൾ അത് മിൻ അമേരിക്ക അമേരിക്കയിൽ നിന്നാണ്. വഹാദിഹി മുബത്തദഉൻ മർഫൂൻ അസയ്യാറത്തു ബദൽ മിൻ ഹർഫുജർ അൽ യാബാനി ഇസ്മു മജ്റൂർ ജാറും മജ്റൂർ ശുബ് ജുംല ഖബർ. അപ്പോൾ മുബ്തദയും ഖബറുമായി സെൻറ്റൻസ് പൂർത്തിയായി. പിന്നെ അതിൻ്റെ കൂടെ ഒരു ബദലും. വ ഹർഫു അത്തഫ് തിൽക്ക മുബത്തദഉൻ മർഫൂൻ മിൻ ഹർഫുജർ അംരിക്ക ഇസ്മു മജ്റൂർ ജാറും മജ്റൂർ ശുബ് ജുംല ഖബർ. അപ്പോൾ സെൻറ്റൻസ് പൂർത്തിയായി. പിന്നെ നമ്മൾ ബദലിനെ കുറിച്ച് പഠിച്ച നിയമം എന്താ? ആ ഇസ്മു ഇഷാരൻ്റെ അടയാളം എന്താണോ അതുതന്നെയായിരിക്കും ബദലിൻ്റെ അടയാളം. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ താഴെ നോക്ക്. ഹാദിഹി സയ്യാറത്തു എന്നേ പറയാൻ പാടുള്ളൂ. കാരണം എന്താ? ഹാദിഹി മുബത്തദഉൻ മർഫൂനാണ്. കാരണം മുബത്തദയാണ്, അത് മർഫൂ ആണ്, ലമ്മത്താണ്. മുബത്തദ എപ്പോഴും അടയാളം ലമ്മത്താണ്, മർഫൂ ആണ്. അപ്പോൾ സയ്യാറത്തു എന്താവും? സയ്യാറത്തു എന്ന് എഴുതാൻ പാടുള്ളൂ, മർഫൂ ആയിരിക്കണം. ഹാദിഹിക്ക് എന്താണോ അടയാളം അതുതന്നെ ആയിരിക്കണം സയ്യാറത്തിൻ്റെ അടയാളം. അപ്പോൾ ഹാദിഹി സയ്യാറത്തു. ഹാദിഹി സയ്യാറത്താന്ന് പറയാൻ പാടില്ല, ഹാദിഹി സയ്യാറത്തി എന്ന് പറയാൻ പാടില്ല. മനസ്സിലായോ? അതേപോലെ തന്നെ ലാസ്റ്റ് സെൻറ്റൻസിലും ഹാദിഹി സയ്യാറത്തു. കാരണം ഹാദിഹി മുബത്തദഉൻ മർഫൂനാണ്. അപ്പോൾ സയ്യാറത്തു എന്തായിരിക്കണം? മറ്റേ ബദലും മർഫൂ ആയിരിക്കണം. കാരണം ഹാദിഹിക്ക് എന്താണോ അടയാളം അതുതന്നെ ആയിരിക്കണം നമ്മളെ ബദലിൻ്റെ അടയാളം. ഹാദിഹി മർഫൂ ആയതുകൊണ്ട് സയ്യാറത്തും മർഫൂ ആയിരിക്കും. ഇനി ചില കാരണങ്ങൾ കൊണ്ട് ഹാദിഹി മജ്റൂറാകാം. മനസ്സിലായില്ലേ? ഹാദിഹി മജ്റൂറാകാം. എങ്ങനെ മജ്റൂറാകാം? ഇപ്പോൾ ഹാദിഹിക്ക് ഫീ വന്ന ഹാദിഹി മജ്റൂറാവും, കസറാവും. അപ്പോൾ സയ്യാറത്തു എന്താവും? സയ്യാറത്തിയാവും. കാരണം എന്താ? ഹാദിഹി ഫീക്ക് മുമ്പ് ഫീ വന്നാൽ ഫീ ഹർഫുജർ. അപ്പോൾ ഹാദിഹി എന്താവും? ഇസ്മ മജ്റൂർ. അപ്പോൾ ഹാദിഹി മജ്റൂർ കസറായതുകൊണ്ട് സയ്യാറത്തു എന്താവും? കസറാവും. കാരണം ഹാദിഹിക്ക് എന്താണോ അടയാളം അതുതന്നെ ആയിരിക്കണം സയ്യാറത്തിൻ്റെ അടയാളവും. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ പിന്നെ ചെയ്യാം ഇൻഷാ അല്ലാഹ്. ബാറക്കല്ലാഹു ഫീക്കും.